നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി നമ്പ്രത്തുകര കനാൽ ഇടിഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പ്രദേശത്ത് കുടിവെള്ളമില്ല. കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്ര ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചു. കുറ്റ്യാടി ഇറിഗേഷന്റെ ഭാഗമായ നടേരി കാവുംവട്ട ഭാഗം നമ്പ്രത്തുകര കനാലിന്റെ പാർശ്വഭിത്തി തകർന്നിട്ട് 1.5 മാസത്തോളമായി. അടിയന്തിരമായി അറ്റകുറ്റപ്പണി ചെയ്യാൻ ഇറിഗേഷന്റെ ഭാഗത്തുനിന്നും യാതൊരു നീക്കവും നടന്നിട്ടില്ല. നടേരി മേഖലയിലെ കിണറുകൾ ഏതാണ്ട് 80% വറ്റിവരണ്ടു. പച്ചക്കറി പാടെ നശിച്ചു. വാഴത്തോട്ടങ്ങളിലെ വാഴകൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. കന്നുകാലികളെ വളർത്തുന്നവർക്ക് പച്ചപ്പുല്ല് ലഭിക്കാത്തതിനാൽ പാലിന്റെ ലഭ്യത പോലും നന്നേ കുറഞ്ഞു. അധികാരികൾ ഇതെല്ലാം അറിഞ്ഞിട്ടും കനാലിന്റെ പൊട്ടിയ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് നടേരി മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പേരാമ്പ്രയിലെ കുറ്റ്യാടി ഇറിഗേഷൻ എഞ്ചിനീയറെ ഉപരോധിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ മെയ് 10-നകം അറ്റകുറ്റപ്പണി നടത്തി ജലസേചനത്തിനായി കനാൽ തുറന്നു നൽകുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. അവിടുത്തെ പൊട്ടിയ താൽക്കാലിക പ്രയോജനങ്ങൾക്ക് കനാൽ നന്നാക്കിയിട്ട് ബാക്കി പണി പിന്നീട് എടുക്കാനും 10-ാം തീയതി ആകുമ്പോഴേക്ക് നമുക്ക് പ്രദേശത്ത് മരുന്നൂര് വരെ വെള്ളം എത്തിക്കാനും അടുത്ത പച്ചക്കറി നശിച്ചു പോകാതിരിക്കാനും അതുപോലെ തന്നെ വാഴക്കൃഷിക്കാർക്ക് നെൽകൃഷിക്കാർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്ത് രൂക്ഷമായിരിക്കുന്ന കുടിവെള്ളം ആ കുടിവെള്ളത്തിന് കാരണം ഇവർ കനാലിൻ്റെ ഈ പദ്ധതി കുടിവെള്ളം അല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ ഇടകളിലും വയലുകളിലും കനാൽ കൂടി ഒഴുകുമ്പോൾ നമ്മുടെ കുളങ്ങളും കിണറൊക്കെ കുടിവെള്ളമായിട്ടും അത് ഉപയോഗിക്കുമല്ലോ ഫിറ്റായിട്ട് വെക്കും. അതിനുള്ള സാറ് ഞങ്ങളോട് നല്ല ഇതായിട്ട് സംസാരിച്ചിട്ട് മെയ് 10-ാം തീയതി ആകുമ്പോഴേക്ക് വെള്ളം നമ്മുടെ പ്രദേശത്ത് മരുന്നൂര് എമർജൻസി വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നാണ് അതിൻ്റെ പേരാണ് ഞങ്ങളിപ്പോൾ പിരിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഭാഗത്ത് പ്രത്യേകിച്ച് മുത്താമി ഭാഗത്തെ കുടിവെള്ള പ്രശ്നത്തിൽ കുടിവെള്ളം മാത്രമല്ല പച്ചക്കറികൾ കൃഷി നെൽകൃഷി ഒക്കെ നശിച്ചു പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അവിടെ കനാല് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് അത് നന്നാക്കേണ്ട സംവിധാനം പറഞ്ഞ സമയത്ത് ഫണ്ടില്ല. ഒന്നാം ഇവിടുന്ന് ഇത്ര നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഫണ്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട ഒരു എമർജൻസി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നാളെ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ള ഒരു ഉറപ്പാണ് വന്നത്. കുടിവെള്ളത്തിനും കൃഷിക്കും ഒക്കെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. കനാലിൽ അതാത് സമയത്ത് നടക്കേണ്ട വർക്കുകൾ നടക്കുന്നില്ല. അത് ഈ വർഷം മാത്രമല്ല പല വർഷങ്ങളോളായി ഇപ്പം അത് ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലൻ കിടാവ്, റാഷിദ് മുത്താമ്പി, ശ്രീധരൻ നായർ, ഷഷ്പശ്രീ, നിതിൻ നടേരി, വിജയലക്ഷ്മി ടീച്ചർ, ബാബുരാജ് MK, നിഹാൽ, ലത്തീഫ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.